ഹലോ കൂട്ടുകാരെ, പുതുശ്ശേരി വ്ളോഗേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറൈറ്റി ആയിട്ടൊരു കണ്ടൻറ്റാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഒരു സ്ഥലമുണ്ട്, ഒരു 20-22 സെൻറ്റ് ഒരു സ്ഥലമുണ്ട്. ഈ പ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് ഒരു കൃഷി തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ കൃഷി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾ കൃഷിയാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ മഞ്ഞൾ ഉണ്ടാക്കാം, അപ്പോൾ നമ്മളെല്ലാ കാര്യത്തിനും ഏറ്റവും പ്യുവറായിട്ടുള്ള മഞ്ഞൾ കിട്ടണമെന്നില്ല. അപ്പോൾ ആ മഞ്ഞൾ ഒറിജിനലായിട്ടുള്ള ആ പച്ചമഞ്ഞൾ എങ്ങനെ കൃഷി ചെയ്തുണ്ടാക്കാം, നിത്യോപയോഗ സാധനങ്ങളിൽ ഒന്നാണ് ഈ മഞ്ഞൾ. അപ്പോൾ അത് ഇന്ന് ഞങ്ങൾ കൃഷി ചെയ്യാൻ പോവാണ്. അപ്പോൾ മഞ്ഞൾ എങ്ങനെ നടുക അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോയിലോട്ട് പോയി നോക്കാം. ഇതാണ് ഞങ്ങളുടെ 22 സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ വൈഡൊരു സ്ഥലമാണ്. മതിലൊക്കെ കെട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലമാണ്, കൊറോണ സമയത്താണ് മതിൽ കെട്ടിയത്. അപ്പോൾ അതിനുശേഷം ഞങ്ങളൊരു 10 തെങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തെങ്ങെല്ലാം ഏകദേശം കുടം വിരിയാനായിട്ടുണ്ട്. 15 തെങ്ങോളം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരു കിണറുണ്ട്. അതാണ് സ്ഥലം. ഒരു മഞ്ഞൾ കൃഷിക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പാത്തി എടുക്കലാണ്. 2 അടി വീതിയിലും പിന്നെ 1 അടി ഹൈറ്റിലും നമ്മൾ പാത്തി എടുക്കണം. പാത്തിയാണ് ഇതിന് മെയിനായിട്ട് വേണത്. കിഴങ്ങായതുകൊണ്ട് മേലെ നമ്മൾ മഞ്ഞൾ വെച്ചിട്ട് താഴോട്ട് ഇത് വളർന്നു വരും. അതാണ് ഇതിന് ശരിയായ രീതി. മണ്ണ് നല്ല ഒട്ടാത്ത മണ്ണായിരിക്കണം. നല്ല മണൽ പോലെ ഒട്ടാതെ അങ്ങനെ വരണം. അപ്പോൾ ആദ്യം 2 അടി വീതിയിലും 1 അടി ഉയരത്തിൽ നമ്മൾ പാത്തി എടുക്കുന്നുണ്ട്. പാത്തി എടുത്തതിന് ശേഷം അതിലുള്ള പുല്ലുകൾ, ചിലവർ പാത്തി എടുത്ത ശേഷം മരുന്നടിക്കും പുല്ല് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ പുല്ലില്ലാത്ത കാരണം, പൂട്ടിയ കാരണം പുല്ലൊന്നുമില്ല. അപ്പോൾ പാത്തി എടുത്തിട്ടുണ്ട്. പുല്ല് വേരെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. പാത്തി എടുത്ത ശേഷം നമ്മളിതാ മഞ്ഞൾ വിത്ത്, ഇതാണ് മഞ്ഞൾ വിത്ത്. ഇതിൽ 2 തരം വിത്ത് നമുക്ക് കിട്ടും. ഇത് പിള്ള മഞ്ഞൾ എന്നും പറയും, പിന്നെ ഇതാണ് തള്ള മഞ്ഞൾ എന്ന് പറയുക. അപ്പോൾ നമ്മൾ കൂടുതലും പിള്ള മഞ്ഞൾ വാങ്ങാൻ വേണ്ടി നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ള മഞ്ഞളെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വരുള്ളൂ, അതേ വലുതായിട്ട് നമുക്ക് മഞ്ഞൾ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതലും വാങ്ങുകയാണെങ്കിൽ പിള്ള മഞ്ഞൾ വാങ്ങുക. ഇത് ഞങ്ങൾ വാങ്ങിച്ചത് കോങ്ങാട് നിന്നാണ് കോങ്ങാട് ചന്തയിൽ. തിങ്കളാഴ്ച ആയിരിക്കും കോങ്ങാട് ചന്ത. അപ്പോൾ അവിടെ രാവിലെ പോയി കഴിഞ്ഞാൽ കിലോ നമ്മൾ 75 രൂപ കൊടുത്താണ് ഈ മഞ്ഞൾ വാങ്ങിച്ചത്. അപ്പോൾ പിള്ള മഞ്ഞൾ മാത്രം നോക്കി വാങ്ങണം, എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഇത് കിട്ടുള്ളൂ, റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ വിത്ത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ പാത്തി എടുത്തിട്ട് പാത്തിയിൽ ചാരോ വളമോ ചാണകമോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇടാം. അങ്ങനെ ഇട്ടിട്ടുണ്ട്. ചാരം ഇട്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു കുഴി എടുത്ത ശേഷം അതിൽ ചാരം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്ന മണ്ണാണ്, മഴ പെയ്തുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് കിടക്കുന്നുണ്ട്. ഇത്തിരി ചളിവുള്ളുന്നുണ്ട്, എന്നാലും ഞങ്ങൾ കൈക്കോട്ട് വെച്ചൊക്കെ ഏകദേശം പാത്തി ഒപ്പമാക്കിയിട്ടുണ്ട്. ആ ചാരം ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ പിള്ള മഞ്ഞൾ വെച്ച് കൊടുക്കുകയാണ്. ഓരോ പിള്ള മഞ്ഞൾ അതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിള്ള മഞ്ഞൾ ആ മുള, ചിലതിൽ മുള വന്നിട്ടുണ്ടാവും, ആ മുള മേലെ വരത്തക്ക രീതിയിൽ അത് വെച്ച് കൊടുത്ത ശേഷം മണ്ണിട്ട് മൂടുക. ഇങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ ഈ മൂടിയ ശേഷം ഇതിന് മേലെ നമ്മൾ കുറച്ച് തൂപ്പുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അധികം പുല്ലൊന്നും ഇതിൽ പിടിക്കില്ല എന്നാണ് പറയുക. അപ്പോൾ ഒരു പാത്തി ഏകദേശം പകുതിയോളം വെച്ച് കഴിയാറായി. ഇവിടെ മാമനും അമ്മയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പാത്തി എടുത്തപ്പോൾ ഭയങ്കര ക്ഷീണമായി. അപ്പോൾ അവർക്കത് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം 10 മാസമാണ് കണക്ക് പറയുന്നത്. ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് വന്ന് വൃത്തിയാക്കി കൊടുക്കണം, പുല്ലൊക്കെ ഒന്ന് എടുക്കുക, അതുപോലെ തന്നെ ഒന്ന് മണ്ണൊന്ന് കൊത്തി ഇളക്കി കൊടുക്കുക. മേലാകെ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് വരുള്ളൂ. പിന്നെ ഇടയ്ക്ക് നമ്മൾ വേണമെങ്കിൽ ഇത്തിരി ചാണകമോ ചാരമോ എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി പച്ചമഞ്ഞൾ നമുക്ക് കിട്ടും. 10 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ടിൽ കിട്ടുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ ആ മഞ്ഞൾ, ശുദ്ധമായ മഞ്ഞൾ, ഇപ്പോൾ എല്ലാ ഔഷധത്തിനും നമ്മൾ മഞ്ഞൾ ചേർക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് എടുക്കാം. ഇതിപ്പോൾ മഞ്ഞൾ വെച്ച് കഴിഞ്ഞു. അതിന് മേലെ നമ്മളിപ്പോൾ വേപ്പിലയുടെ തൂപ്പാണ് ഇട്ട് കൊടുക്കുന്നത്.
അപ്പോൾ ഈ തൂപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് മേലെ അധികം പുല്ലോ അങ്ങനെ കളയൊന്നും വരില്ല. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മഞ്ഞൾ ആ മുള പൊട്ടി കറക്റ്റായിട്ട് വരികയും ചെയ്യും. തൂപ്പുകളൊന്നും അധികം വരില്ല. ഏകദേശം നമ്മൾ കൂർക്കയൊക്കെ വെക്കുന്ന പോലെ തന്നെയാണ് ഇതും വെക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മളിനി 10 മാസം കഴിഞ്ഞിട്ട് ഇതിന് വിളവെടുക്കുന്നതാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തെങ്കിലും ഇതിനെപ്പറ്റി സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ താഴെ കമൻ്റ് ഇട്ടാൽ മതി. നമ്മൾ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ എന്ത് ചെയ്യണം അമ്മ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.